ആവശ്യങ്ങൾ പറയാതെ തന്നെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. അതല്ലേ ഖൈർ? പടച്ചോനോട് അത് താ ഇത് താ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്നതിനേക്കാളും നല്ലത് ചോദിക്കാതെ തന്നെ പടച്ചോൻ തരലല്ലേ. എന്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം. ഇസ്ലാമികമായ പുസ്തകങ്ങൾ, കിതാബുകളൊക്കെ എഴുതുമ്പോൾ സ്വാഭാവികമായി നബി തങ്ങളുടെ പേര് എഴുതേണ്ടി വരും. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ PBUH എന്ന് എഴുതും. അത് മുഹമ്മദ് ബ്രാക്കറ്റിൽ PBUH എന്നുള്ളത് പീസ് ബി അപ്പോൺ ഹിം, അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിലെ ഇംഗ്ലീഷാണത്. മലയാളത്തിലാണെങ്കിൽ ബ്രാക്കറ്റിൽ സാ ഇട്ടിട്ട് ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യും. അറബിയിലും അതുപോലെ സീനിട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാറില്ല. അദ്ദേഹം ഒരു പണ്ഡിതന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം വഫാത്തായതിനു ശേഷം ഖബറിൽ അദ്ദേഹത്തെ ഒരാൾ കുടുംബം സ്വപ്നം കാണുന്നുണ്ട്. എന്താണ് ഖബറിൽ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, കിതാബുകളിൽ ഞാൻ എത്രയോ തവണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എനിക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട്. ആ പേരെഴുതുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കൈ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് പ്രസംഗിക്കുമ്പോൾ വരെ നബി തങ്ങളുടെ നബി തങ്ങളുടെ എന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്ന് പറയുന്നതിന് പകരം നമ്മൾ നബി തങ്ങളുടെ അവിടുത്തെ എന്നൊക്കെ പറയുമ്പോൾ സലാത്ത് ചെല്ലാറില്ല. പ്രസംഗിക്കും വരെ ഇത് എഴുതാണ്. ഓരോരോ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വരുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാണ്. ഇപ്പൊ കോപ്പി പേസ്റ്റ് ആണ്, ടൈപ്പിംഗ് ആണ്. അന്ന് എഴുതാണ്, കൈകൊണ്ട് എഴുതാണ്. ഒരു വരിയിൽ തന്നെ ഒരു പക്ഷെ 2-3 തവണയൊക്കെ പേര് വന്നേക്കാം. അപ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൈകൊണ്ട് എഴുതി. ഈ ഒരു എഴുത്ത് കാരണത്താൽ എനിക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട കുടുംബക്കാരനോട് പറഞ്ഞത് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും നമ്മുടെ ടെൻഷൻ മാറാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താണ്? ഇദൻ തുഖ്ഫാ ഹമ്മുക വതുഗ്ഫറു ദംബുക. ഞാൻ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെ, എൻ്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക സമയങ്ങളും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ എന്നൊരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അജ്അലു ലക സ്വലാത്തി കുല്ലഹ എന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ ആദ്യം പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക, ഞാൻ അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫകം അജ്അലു ലക മിനസ് സ്വലാത്ത്, എൻ്റെ സ്വലാത്തിൽ നിന്ന്, എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് എത്ര ഭാഗം അങ്ങേക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കണം? നബി തങ്ങൾ പറഞ്ഞു, മാശിഅത, നിനക്ക് എത്ര കഴിയോ അത്ര നീ വർദ്ധിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം, അർറുബ്, എന്റെ പ്രാർത്ഥനയുടെ ഒരു 1/3 ഭാഗം 4/1 ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ? നബി തങ്ങൾ പറഞ്ഞു, മാശിഅത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക, നല്ലതാണ്, പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റിയാൽ കൂടുതൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അന്നിസ്, എന്റെ പ്രാർത്ഥനയുടെ പകുതി ഭാഗം സ്വലാത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചോട്ടെ? നബി തങ്ങൾ പറഞ്ഞു, മാശിഅത, അത് നിന്റെ ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതലാക്കിയാൽ അതാണ് നല്ലത്. അടുത്ത ചോദിച്ചു, നബിയെ ഫസ്സുലുസൈൻ, ഞാൻ 4/3 ഭാഗവും സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചോട്ടെ? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഇഷ്ടമാണ്, പക്ഷേ കൂടുതലാക്കിയാൽ അതാണ് ഖൈർ. അവസാനം ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, അജ്അലു ലക സ്വലാത്തി കുല്ലഹ, എന്റെ പ്രാർത്ഥന മുഴുവനും ഞാൻ സ്വലാത്താക്കി മാറ്റട്ടെ? അഥവാ ഞാൻ ദുആ ചെയ്യുന്നില്ല, ഞാൻ മുഴുവൻ സ്വലാത്തില്ല, പ്രാർത്ഥന വേറൊന്നും ഞാൻ പടച്ചവനോട് ചോദിക്കുന്നില്ല, എന്റെ ജീവിതത്തിലെ ആവശ്യങ്ങൾ, ആഖിറത്തിലെ ആവശ്യങ്ങൾ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, സ്വലാത്ത് മാത്രമേ ഞാൻ ചൊല്ലുന്നുള്ളൂ. നേരത്തെ ആദ്യം ചോദിച്ചത് 4/1, പിന്നെ പകുതി, പിന്നെ 3/4 ഭാഗം, പിന്നെ മുഴുവനും ഞാൻ സ്വലാത്തിന് വേണ്ടി, എന്റെ ജീവിതം തന്നെ സ്വലാത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദൻ തുഖ്ഫാ ഹമ്മുക, എങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു എടുത്തു മാറ്റും. ഇല്ലെങ്കിൽ നമ്മൾ അല്ലാഹുവോട് ചോദിക്കണം, പടച്ചോനെ എന്റെ രോഗം ശിഫയാക്കണേ, രോഗം ശിഫയാക്കണേ, രോഗം ശിഫയാക്കണേ എന്ന് ദുആ ചെയ്യണം. ആ ദുആ ചെയ്യുന്നതിന് പകരം നമ്മൾ സ്വലാത്ത് ചെയ്യില്ല. അപ്പൊ ഇദൻ തുഖ്ഫാ ഹമ്മുക, ചോദിക്കാതെ തന്നെ എന്റെ വിഷമം അല്ലാഹു മാറ്റിത്തരും. കടം വീട്ടണേ, എന്റെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യും.
അതിനു പകരം ഈ പ്രാർത്ഥനയെല്ലാം മാറ്റി വെറും സ്വലാത്ത് മാത്രം ചെല്ലാൻ വേണ്ടി സമയം കണ്ടെത്തി ആവശ്യങ്ങൾ പറയാതെ തന്നെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. അതല്ലേ ഖൈർ? പടച്ചോനോട് അത് താ ഇത് താ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്നതിനേക്കാളും നല്ലത് ചോദിക്കാതെ തന്നെ പടച്ചോൻ തരലല്ലേ. ഉപ്പയോട് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് മിഠായിക്ക് പൈസ വേണം, ബാഗിന് പൈസ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നതിന് പകരം ഉപ്പ സ്വയം അറിഞ്ഞു തരുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുക. ഒരു ഭാര്യ ഭർത്താവ് ചോദിച്ചതൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് പകരം ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുക. അതേപോലെ ഭർത്താവ് ഭാര്യ ചോദിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ചോദിക്കാതെ തന്നെ അറിഞ്ഞു ചെയ്തു കൊടുക്കുമ്പോഴല്ലേ സന്തോഷം ഉണ്ടാവുക. അതേപോലെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ചോദിക്കാതെ തന്നെ ചെയ്തു തരുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? ഇദൻ തുഖ്ഫാ ഹമ്മക വയുഗ്ഫറു ലക ദംബുക. നിന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും, ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും. അല്ലാഹുവിനോട് എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. നിരന്തരമായി സ്വലാത്ത് ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവേ എന്റെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഒരു സ്വലാത്തിന് 10 പാപങ്ങളാണ് അല്ലാഹു പുറത്തു തരുന്നത്. ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ ഒരു പാപം പുറത്തു തരും. അസ്തഗ്ഫിറുല്ലാഹ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. പഠിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഈ പേടിച്ച് ജീവിക്കുന്നതിനിടയിലും തെറ്റുകൾ സംഭവിക്കും. മനുഷ്യൻ മലാക്കമാരല്ല, മനുഷ്യരാരും അല്ലാഹുവിന്റെ മലക്കുകളല്ല. മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ മനുഷ്യന് കഴിഞ്ഞുവെന്ന് വരില്ല. ചില ദുർബല നിമിഷങ്ങളിൽ ശരീരത്തിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞുവെന്ന് വരില്ല. നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ച് നമ്മൾ ആരും തെറ്റു ചെയ്യാറില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളും ഒരു വഴിയിലൂടെ നടക്കുമ്പോഴാണ് ഒരു വൃദ്ധയായ ഒരു ഉമ്മയെ കാണാനിടയായത്. ഉമ്മയുടെ കയ്യിലൊരു കുഞ്ഞുണ്ട്. ഉമ്മ അടുപ്പിൽ തീ പുകച്ചുകൊണ്ടിരിക്കുകയാണ്, തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ആ പെണ്ണിനോട് ആരോ പറഞ്ഞു ഇത് നബി തങ്ങളാണെന്ന്. അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി തങ്ങൾ പറഞ്ഞു അതെ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിനോട് ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളല്ലേ പറഞ്ഞത് അല്ലാഹു അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ? ഒരു ഉമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാളും ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങളല്ലേ പഠിപ്പിച്ചത്? നബി തങ്ങൾ പറഞ്ഞു അതെ, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം പെണ്ണ് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഇതൊരു അടുപ്പാണ്, തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പാണിത്. എന്റെ കയ്യിലുള്ള കുഞ്ഞ് ഒരു തെറ്റു ചെയ്താൽ ആ കുഞ്ഞിനെ ഞാൻ ഈ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ കയ്യിലുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ ഈ തീയിലേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ നബിയെ? ഈ ചോദ്യം കേട്ടപ്പോൾ ഹബീബിന് മനസ്സിലായി ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന്. എന്താണ് ചോദ്യത്തിന്റെ ഉദ്ദേശം? എന്റെ കുട്ടി ഒരു തെറ്റു ചെയ്താൽ ആ കുട്ടിയെ നമ്മൾ ആ തീയിലേക്ക് വലിച്ചെറിയില്ലല്ലോ. എന്നാൽ എനിക്ക് എന്റെ കുട്ടിയോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് എന്നോട് സ്നേഹമുണ്ടെന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത്? പിന്നെ എങ്ങനെയാണ് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു നാളെ നമ്മെ നരകത്തേക്ക് വലിച്ചെറിയുന്നത് എന്നായിരുന്നു ആ സഹോദരിയുടെ ചോദ്യം. നബി തങ്ങൾ കരഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, താടിരോമങ്ങൾ നനഞ്ഞു പോയിട്ടുണ്ട്. നബി തങ്ങൾക്ക് ചോദ്യത്തിന്റെ പ്രസക്തി മനസ്സിലായി. നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല ശാരിദൽ മാരിദൽ മുതമദ്ദിദ്. അല്ലാഹു തആല അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലാഹുവിനെ
ഭയമില്ലാതെ അള്ളാഹുവിനോടുള്ള അഹങ്കാരം കൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രമേ അള്ളാഹു നാളെ ശിക്ഷിക്കുകയുള്ളൂ. അതല്ലാതെ അറിയാതെ വരുന്ന തെറ്റുകൾ, അനിയന്ത്രിതമായി വരുന്ന തെറ്റുകൾ ഒരിക്കലും അള്ളാഹു ശിക്ഷിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റാണെന്നറിഞ്ഞ് തൗബ ചെയ്യാതെ വാശി പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ. തെറ്റാണെന്ന് ബോധം വരികയും തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ അള്ളാഹു ഒരാളെയും ശിക്ഷിക്കൂല മുഅ്മിനീങ്ങളെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത. നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. നമ്മളൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. അതിനിടയിലും അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സമയം വരും. ആ സമയത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ വന്നേക്കാം. ആ തെറ്റുകൾ വന്നാൽ ഉടനെ നമ്മൾക്ക് ബോധോദയം ഉണ്ടാവണം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, പൈശാചികമായ ചിന്തകൾ അവരിലേക്ക് കടന്നു വരുമ്പോ തദക്കറൂ, അവർ അല്ലാഹുവിനെ പേടിക്കും. വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുമ്പോ, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വന്നുപോയാൽ തദക്കറൂ, അവർ അല്ലാഹുവിനെ പേടിച്ച് ഉടനെ നന്മ ചെയ്ത് തിന്മയെ മായ്ച്ചു കളയും. അതാണ് ഈ ഹദീസിലൂടെ പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻത. എവിടെയാണെങ്കിലും നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീരെ തെറ്റ് വരൂല എന്ന് നബി തങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിന്റെ തൊട്ടുടനെ പറയുന്ന ഹദീസ്, വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് വരികയാണെങ്കിൽ ഒരു നന്മ ചെയ്തുകൊണ്ട് ആ തിന്മയെ കളയണം, മായ്ച്ചു കളയണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തെറ്റ് വരുമ്പോ ആ തെറ്റ് വന്ന ഉടനെ ഇത് തെറ്റാണെന്നുള്ള ബോധത്തോടു കൂടി തൗബ ചെയ്ത് മടങ്ങണം എന്നാണ് പറഞ്ഞത്. തെറ്റിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. തിന്മകളെ അതേപോലെ മായ്ച്ചു കളയാതെ, തൗബ ചെയ്യാതെ അഹങ്കാരത്തോടു കൂടി വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കരുത്. ഇത് തെറ്റാണല്ലോ, എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് ആ തെറ്റിന് പ്രായശ്ചിത്തമായി മായ്ച്ചു കളയാൻ ശ്രമിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാളൊരു തെറ്റു ചെയ്തു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഖൽബ് കൊണ്ട് പറഞ്ഞാൽ, പടച്ചവനെ ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല റബ്ബേ, ഇനി മേലാൽ ഞാൻ ഇത് തുടരില്ല റബ്ബേ, ചെയ്തത് തെറ്റാണെന്നുള്ള കുറ്റബോധം എനിക്കുണ്ട് എന്ന ചിന്തയോടെ ആ തെറ്റിൽ നിന്ന് അയാൾ മാറി നിന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാളുടെ തെറ്റുകളൊക്കെ അള്ളാഹു മായ്ച്ചു കൊടുക്കുമെന്ന് ഈ പരിശുദ്ധ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഒരു സ്വലാത്ത് അങ്ങനെയല്ല. ഒരു അസ്തഗ്ഫിറുല്ലാഹിക്ക് ഒരു പാപമാണ് പൊറുക്കപ്പെടാൻ കഴിയുന്നതെങ്കിൽ സ്വലാത്ത് ചൊല്ലിയാൽ 10 പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു സ്വലാത്തിന് 10 പാപങ്ങളാണ് പൊറുക്കപ്പെടാൻ കഴിയുന്നത്. അതേ ഒരു സ്വലാത്ത് കാരണത്താൽ 10 സ്ഥാനങ്ങളാണ് അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്. അല്ലാഹു 10 ദറജയാണ് നമ്മൾക്ക് നൽകുന്നത്. അതേ ഒരു സ്വലാത്ത് കാരണം 10 പുണ്യങ്ങളാണ് അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്. ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ 10 പ്രതിഫലം, അതോടൊപ്പം 10 ദോഷങ്ങൾ, പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുന്നു. പാരത്രിക ലോകത്ത് 10 സ്ഥാനങ്ങൾ ഉയരുന്നു മുഅ്മിനീങ്ങളെ. ഇതൊക്കെ അല്ലാഹു നമ്മൾക്ക് നൽകുന്ന സ്വലാത്ത് കൊണ്ട് നൽകുന്ന നേട്ടങ്ങളാണ്. പാരത്രിക ലോകത്ത് ദറജ വർദ്ധിപ്പിക്കാൻ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അഖ്റബുഹും മിന്നി അക്സറുഹും അലയ്യ സ്വലാത്ത. നാളെ പടച്ചവൻ പരിശുദ്ധ റസൂലിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞത് അക്സറുഹും അലയ്യ സ്വലാത്ത, എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവന് എന്റെ കൂടെ സ്ഥാനമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ
സ്വലാത്ത് ചൊല്ലുന്നവന് ഹബീബിന്റെ കൂടെ പാരത്രിക ലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനമെന്ന് പറയുന്നത് ആർക്കാണ് അല്ലാഹു നൽകുന്നത്? പരിശുദ്ധ ഹബീബിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്കല്ലേ ഏറ്റവും നല്ല സ്ഥാനം നൽകുക? നബിതങ്ങൾക്കല്ലേ അല്ലാഹു ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കുക? ആ ഹബീബിന്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കും സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം ലഭിക്കുമെന്നല്ലേ അതിന്റെ അർത്ഥം? ആ സ്ഥാനത്തെത്താൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കണം, നിരന്തരമായി സ്വലാത്ത് ചൊല്ലണം, നിരന്തരമായി ഇസ്തിഗ്ഫാർ ചൊല്ലണം. തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുന്നത് നാണമായി തോന്നരുത്, മടിയായി തോന്നരുത്, ഷൈമായി തോന്നരുത്. വയസ്സെത്രയായാലും ശരി, യുവാക്കളാണെങ്കിലും ശരി, യുവതികളാണെങ്കിലും ശരി, കയ്യിലൊരു തസ്ബീഹ് മാല പിടിക്കുന്നത് നാവിൻ തുമ്പിലൂടെ അറിയാതെ സ്വലാത്ത് വർദ്ധിക്കാനുള്ള കാരണങ്ങളാണ്. നാവിൻ തുമ്പിലൂടെ ഇസ്തിഗ്ഫാർ വർദ്ധിക്കാനുള്ള കാരണങ്ങളാണ്. ഒഴിവ് സമയങ്ങൾ ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ. നിന്റെ നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടേയിരിക്കണം. എങ്ങനെ? നിന്റെ നാവ് നനഞ്ഞുകൊണ്ടേയിരിക്കണം. എങ്ങനെ? ബിദിക്രില്ലാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നാവ് നനയണമെന്നാ പറഞ്ഞത്. പടച്ചവനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട് നിന്റെ നാവിനൊരു നനവുണ്ടാവണം എന്ന് ആരാ പഠിപ്പിക്കുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നനവുണ്ടാവണമെങ്കിൽ കയ്യിലൊരു തസ്ബീഹ് മാല വേണം. തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുമ്പോ നമ്മൾ അറിയാതെ സ്വലാത്ത് വരും, നമ്മൾ അറിയാതെ ഇസ്തിഗ്ഫാർ വരും. അതൊരു ട്രെൻഡായി കൂടെ കൊണ്ട് നടക്കാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിശുദ്ധ ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ദുആകളില്ലെങ്കിലും മറ്റുള്ള പ്രാർത്ഥനകളില്ലെങ്കിലും അല്ലാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ദുനിയാവിലുള്ള വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരും. പോരെ ജീവിക്കാൻ അത് മാറ്റിത്തന്നാ പോരെ? എന്തൊക്കെ വിഷമങ്ങളാണ് നമ്മൾക്കുണ്ടാവാൻ പോകുന്നത്? സാമ്പത്തിക ബുദ്ധിമുട്ട് വിഷമമാണ്, അത് അല്ലാഹു മാറ്റിത്തന്നാൽ പോരെ? ശാരീരിക ബുദ്ധിമുട്ട് വിഷമങ്ങളാണ്, അത് അല്ലാഹു മാറ്റിത്തന്നാൽ പോരെ? വീടില്ല എന്നുള്ളത് വിഷമമാണ്, അത് അല്ലാഹു മാറ്റിത്തന്നാൽ പോരെ? മക്കളില്ല എന്നുള്ളത് വിഷമമാണ്, അത് അല്ലാഹു മാറ്റിത്തന്നാൽ പോരെ? എന്തൊക്കെ വിഷമങ്ങളാണ്? നിങ്ങളുടെ വിഷമങ്ങളെല്ലാം അല്ലാഹു മാറ്റിത്തരുമെന്ന് പറയുമ്പോ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. പിന്നെയുള്ളത് നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരും എന്നുള്ളതാണ്. പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, ദുനിയാവിൽ വിഷമങ്ങളില്ലാതെ ജീവിക്കുന്നു പോരെ? നാളെ പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ, അതേപോലെ ഹബീബിന്റെ കൂടെ സ്വർഗീയ ലോകത്ത് മനോഹരമായ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സ്വലാത്തും ഈ തസ്ബീഹുകളും ഈ ദിക്റുകളും ഈ മജ്ലിസുകളും എല്ലാം പരിശുദ്ധ ഹബീബിനെ സ്മരിക്കാനുള്ളതാണ്. നബിത്തങ്ങളെ കാണാതെ ഉറക്കം വരാത്ത സ്വഹാബാക്കൾ ഉണ്ടായിട്ടില്ലേ? ഒരു നേരം നബിത്തങ്ങളെ കാണാതിരിക്കുമ്പോൾ കരഞ്ഞുപോയ സ്വഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളും നബിത്തങ്ങളും കഅബയുടെ തൊട്ടടുത്ത് വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ദഅവത്ത് ചെയ്യുമ്പോഴാണ് മക്കക്കാരായ ധിക്കാരികളായ മുശ്രിക്കീങ്ങൾ കടന്നു വന്നിട്ട് രണ്ടുപേരെയും നിരന്തരമായി അടിച്ചത്, പീഡിപ്പിച്ചത്. സിദ്ദീഖ് തങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടു. കണ്ണേത്, ചുണ്ടേത്, മൂക്കേത് എന്ന് തിരിച്ചറിയാത്ത രീതിയിൽ മുഖം രക്തം കൊണ്ട് മുഖമാകെ ചുവന്നു കലർന്നുപോയി. ശരീരത്തിന്റെ കണ്ണും മൂക്കും ചുണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ചതഞ്ഞു പോയിട്ടുണ്ട്, പാടുകളുണ്ട്, മുഖം നിറയെ രക്തപങ്കിലമാണ്. ആ സമയത്ത് ബോധം കെട്ട് വീണ സിദ്ദീഖ് തങ്ങളെ മാതാവ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരല്പസമയം കഴിഞ്ഞു ബോധം തിരിച്ചു വന്നപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തുനിന്ന മാതാവ് ബോധം വെളിച്ചം വരാൻ, ബോധം തെളിയാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതാവിനോട് കണ്ണ് തുറന്ന ഉടനെ സിദ്ദീഖ് തങ്ങൾ ചോദിച്ച ചോദ്യം എന്റെ ഹബീബ് എവിടെ എന്നാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ എന്നാണ്. അപ്പൊ എന്താ പറഞ്ഞത്? പരിശുദ്ധ ഹബീബ് ഇന്നാലെന്ന വീട്ടിൽ വളരെ സ്വന്തമായി സുഖത്തോടുകൂടി ജീവിക്കുന്നുണ്ട്, പ്രയാസങ്ങളില്ല. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ മറുപടി, എനിക്ക് എന്റെ ഹബീബിനെ കാണണം, കാണാതെ ഇവിടെ കിടക്കാൻ കഴിയില്ല. എണീറ്റ് നടക്കാൻ പോലും ആരോഗ്യമില്ലാത്ത സിദ്ദീഖ് തങ്ങൾ ഹബീബിനെ കാണാതെ എനിക്ക് ആശ്വാസമില്ല, എനിക്ക് സമാധാനമില്ല, കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിർബന്ധം പിടിച്ച് രണ്ടുപേരുടെ സഹായത്തോടുകൂടി അള്ളാന്റെ ഹബീബിനെ കാണാൻ പോയി. കാണാൻ പോയപ്പോൾ ഒരു കവിത പാടുകയുണ്ടായി. നബിയെ മരിൽതു, ഞാൻ രോഗിയായി,
നബിയെ ഞാൻ രോഗിയായി ഫസുറുത്തു, ഞാൻ നിങ്ങളെ സന്ദർശിച്ചു, അങ്ങനെ നിങ്ങളെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശിഫയായി. നബിയെ നിങ്ങൾ രോഗിയായപ്പോൾ ഞാനും രോഗിയായി, നിങ്ങൾ രോഗിയായപ്പോൾ ഞാനും രോഗിയായി. നിങ്ങളെ ഞാൻ സന്ദർശിച്ചു, നിങ്ങൾക്ക് സുഖമാണെന്നറിഞ്ഞപ്പോൾ എന്റെ രോഗവും ശിഫയായി, എന്റെ അസുഖവും മാറിക്കിട്ടി. അങ്ങനെ ഒരു കവിത മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പാടുകയും എന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ രോഗം പൂർണ്ണമായി മാറി, എന്റെ ഹബീബിന് സുഖമാണ് എന്ന് മനസ്സിലായപ്പോ സിദ്ദീഖ് തങ്ങളുടെ അസുഖവും മാറുന്നുണ്ട്. ഇങ്ങനെ ഹബീബിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ് ലോകത്തുള്ള സർവ്വരെക്കാളും വലിയ ഈമാൻ. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബ് ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് വന്നതാണ്. പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തെന്നില്ലാതെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. തന്നെ താങ്ങും തണലുമായ അബൂ ത്വാലിബിന്റെ മരണം, തനിക്ക് സംരക്ഷണം നൽകിയിരുന്ന അബൂ ത്വാലിബിന്റെ മരണം അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു ആശ്വാസത്തിന് വേണ്ടി കുടുംബക്കാരെ കാണാൻ ത്വായിഫിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മക്കയിൽ നിറയെ പീഡനങ്ങളാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാണ്. മക്കയിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകിയിരുന്നത് ഖദീജയാണ്. ആ ഖദീജ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. സംരക്ഷണം നൽകിയിരുന്നത് അബൂ ത്വാലിബാണ്. ആ അബൂ ത്വാലിബും ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. ഒരു ആശ്വാസത്തിന് വേണ്ടി കുടുംബക്കാരെ കാണാൻ ത്വായിഫിലേക്ക് പോയി. പക്ഷേ ത്വായിഫുകാരൻ നബി തങ്ങളെ കല്ലെറിയുകയാണ് ചെയ്തത്, കൂകി വിളിക്കുകയാണ് ചെയ്തത്, പരിഹസിക്കുകയാണ് ചെയ്തത്. ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാണ് ചെയ്തത്. എന്നിട്ട് നടക്കാൻ പോലും കഴിയാതെ പരിശുദ്ധ ഹബീബ് ഒന്ന് ഇരിക്കുമ്പോ ഹബീബിന്റെ കൈ പിടിച്ചുയർത്തി നടക്കാൻ പറഞ്ഞു. നടക്കുമ്പോ വീണ്ടും കല്ലെറിഞ്ഞു. അങ്ങനെ പ്രയാസം അനുഭവിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ ആശ്വസിപ്പിക്കാനാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഈ സമുദായത്തെ, ഈ നാട്ടുകാരെ ഞാൻ നശിപ്പിക്കട്ടെ എന്ന്. സ്വാഭാവികമായി നമ്മളൊക്കെ നശിപ്പിക്കണമെന്നാ പറയാ. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവരെ, നമ്മൾക്ക് വെറുപ്പ് തോന്നുന്നവരെ, നമ്മോട് മോശമായി പെരുമാറിയവർ, നമ്മെ ആക്രമിച്ചവർ, അവർ നശിക്കണമെന്നാണ് സ്വാഭാവികമായി നമ്മൾക്കൊക്കെ ആഗ്രഹമുണ്ടാവുന്നത്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ മറുപടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, മഹാനായ മലക്കിനോട് പറഞ്ഞത്, ഇവരെ നിങ്ങൾ നശിപ്പിച്ചത് കൊണ്ട് എനിക്കെന്താണ് ലാഭം? ഇവരെന്നെ കല്ലെറിഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്, പരിഹസിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, വെള്ളം പോലും നൽകിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇവരെ നശിപ്പിച്ചത് കൊണ്ട് എന്റെ വേദന മാറുമോ? ഇവരെ കൊന്നുകളഞ്ഞത് കൊണ്ട് എന്റെ മുറിഞ്ഞുപോയ മുറികളൊക്കെ ഉണങ്ങുമോ? എന്റെ ദാഹത്തിന് ശമനം ലഭിക്കുമോ? എനിക്ക് വല്ല ആശ്വാസവും കിട്ടുമോ? അതല്ലല്ലോ ഞാൻ ഇവിടെ വന്നത്. ഇവരൊക്കെ മുസ്ലിമീങ്ങളായാൽ, ഇവരൊക്കെ നാളെ സ്വർഗത്തിലെത്തിയാൽ അതാണ് എന്റെ സന്തോഷം. ഇവരെ നശിപ്പിക്കലല്ല, ഇവര് സ്വർഗത്തിലെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിവരമില്ലാത്തത് കൊണ്ട് അവര് വല്ലതും ചെയ്തതിന്റെ പേരിൽ അവരെ നശിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും അവർ നരകത്തിലേക്കല്ലേ വലിച്ചെറിയപ്പെടുക. അവർ നരകത്തിലേക്ക് വീഴുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് വിഷമം. എന്റെ വിഷമമല്ല പ്രധാനം, അവർ നരകത്തിൽ വീഴുന്നതാണ് എനിക്ക് പ്രയാസം. അതുകൊണ്ട് അവരിൽ ആരെങ്കിലും ഒരാൾ, അവരുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ മുസ്ലിമീങ്ങളായാൽ അതല്ലേ എനിക്ക് പാരത്രിക ലോകത്ത് നല്ലത്. ഇന്ന് ത്വായിഫിൽ മുസ്ലിമീങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ത്വായിഫിൽ മുസ്ലിമീങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് ഉണ്ടായത്? നബി തങ്ങൾ എന്ന സമുദായത്തെ, ആ നാട്ടുകാരെ നശിപ്പിക്കരുത്. അവരുടെ തലമുറകളിൽ ആരെങ്കിലും ഒരാൾ മുസ്ലിമായാൽ അതെനിക്ക് സന്തോഷമെന്ന് പറഞ്ഞു. പിന്നെ ആ തലമുറകൾ മുസ്ലിമീങ്ങളായി. അതാണ് അള്ളാന്റെ ഹബീബിന് ആശ്വാസം. അങ്ങനെ ഹബീബ് നേരെ മക്കയിലേക്ക് വന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അള്ളാഹു ആകാശ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നത്. ഇസ്രാഉം മിഅ്റാജും നടക്കുന്നത് ആ രാത്രിയിലാണ്. ആ രാത്രി മക്കയിൽ നിന്ന് കൊണ്ടുപോയി ആകാശാരോഹണം നടത്തി ബൈത്തുൽ മുഖദ്ദസിൽ പോയി. പിറ്റേ ദിവസം രാവിലെ കാണുന്നവരോടൊക്കെ നബി തങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ ചെല്ലുകയുണ്ടായി. ഞാൻ അമ്പിയാക്കളെ കണ്ടു, പ്രവാചകരെ കണ്ടു, 7 ആകാശങ്ങൾ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. മക്കക്കാരൊക്കെ പരിഹസിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. 2 മാസം യാത്ര ചെയ്യേണ്ട ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയുടെ ഒരല്പനേരം കൊണ്ട് എത്തി എന്നാണോ പറയുന്നത്? ഇതുവരെ പറഞ്ഞതിൽ ഒരല്പമെങ്കിലും വിശ്വാസമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഈ പറഞ്ഞതിൽ ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല. ഇവർക്ക് കളിയാക്കാൻ ഒരവസരം കിട്ടി, ജനങ്ങളുടെ മുമ്പിൽ നബി തങ്ങളെ പരിഹസിക്കാൻ ഒരവസരം കിട്ടി. കാരണം 2 മാസം യാത്ര ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് സെക്കൻഡുകൾ കൊണ്ടുപോയി വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കില്ല എന്നവർക്ക് മനസ്സിലായി.
മുസ്ലിമീങ്ങൾ പോലും ഇസ്ലാം വിട്ട് തിരിച്ച് മുർത്തദ്ദായി തിരിച്ചവരുടെ മതങ്ങളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവര് ജനങ്ങളോടൊക്കെ പറഞ്ഞു. മുസ്ലിമീങ്ങൾക്ക് പോലും ആശങ്കയുണ്ടായി, ഇത് സത്യത്തിന്റെ മതം തന്നെയാണോ, ഈ പ്രവാചകൻ സത്യത്തിന്റെ പ്രവാചകൻ തന്നെയാണോ എന്ന് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വരെ സംശയം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുന്ന സിദ്ദീഖിനോട് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ ഓടി വന്ന് പറയുന്നത്, സിദ്ദീഖിനെ നബി തങ്ങളിൽ നിന്ന് അടർത്തി മാറ്റണം, സിദ്ദീഖിനെ നബി തങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കണം. അങ്ങനെ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, നിന്റെ ചങ്ങാതി പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ? എന്താണ് എന്റെ ചങ്ങാതി പറഞ്ഞത്? ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി വന്നുവത്രേ. എന്തൊരു തള്ളാണിത്, എന്തൊരു നുണയാണിത്, ഇത് വിശ്വസിക്കാൻ നീ തയ്യാറാവുന്നുണ്ടോ? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, എനിക്ക് സംശയമില്ല. നബി തങ്ങളോട് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. ഇതിനേക്കാളും അപ്പുറം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, കാരണം എന്റെ ഹബീബിനെ എനിക്കറിയാമെന്നാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്. ആ മക്കക്കാരായ മുശ്രിക്കീങ്ങൾക്ക് ടെൻഷനായി. സിദ്ദീഖിനെ മാറ്റാൻ പറ്റുമെന്നവർ മനസ്സിലാക്കിയിരുന്നു, പക്ഷേ അവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. الرحمن الرحيم